കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. പ്രൈസ് ദ ലോർഡ്. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും മന്നയുടെ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, മാതൃകയാണ്, മാധ്യസ്ഥയാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മോട് പറഞ്ഞു വച്ചിരിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയാൽ അനേകം അത്ഭുതങ്ങളിലൂടെ കടന്നുപോയ അനേകം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ പ്രവാസദേശത്ത് വന്ന ശേഷം പരിശുദ്ധാമ്മയുടെ ആ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്ത 2 വ്യക്തികളെ നാം ഇന്ന് പരിചയപ്പെടുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്കവരെ പരിചയപ്പെടാം. എൻ്റെ പേര് റോസമ്മ, ഹസ്ബൻഡിൻ്റെ പേര് സ്കറിയ. ബെൻസൺ, ജാനറ്റ്, മെൽവിൻ 3 മക്കളുമൊപ്പം കുടുംബസമേതം കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ദുബായിൽ കഴിയുന്നു. എൻ്റെ പേര് ജെസ്സി, ഹസ്ബൻഡിൻ്റെ പേര് ജോർജ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. എറണാകുളത്താണ് വീട്. കേരളത്തിലും ദുബായിലും ബിസിനസ്സാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ദുബായിൽ താമസിക്കുന്നു. ജെസ്സി, ഈ ജപമാല ഭക്തി അല്ലെങ്കിൽ മരിയ ഭക്തിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. കാരണം അനേകം വർഷങ്ങളായിട്ട് ഈ പ്രവാസ ജീവിതത്തിൽ വന്നു പരിശുദ്ധമ്മയുടെ വലിയൊരു സ്നേഹവും ഭക്തിയും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു സംഭവം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ആ ഒരു ഭക്തിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം? എൻ്റെ വീട്ടിൽ ഞങ്ങൾ ബ്രദേഴ്സ് 4 പേരും, എൻ്റെ മൂത്ത ബ്രദേഴ്സ് 4 പേരുണ്ട്, ഇളയ കുഞ്ഞാങ്ങളെയുണ്ട്. വീട്ടിൽ ജയമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കേട്ടിട്ട് മാതാവിനോട് സ്നേഹം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതലേ മാതാവിനൊരു സ്നേഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ഈ ബ്രദേഴ്സ് 4 പേര് മൊത്തമായതുകൊണ്ട് അവരുടെ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ പോകും. അപ്പോൾ എനിക്ക് കൂട്ടില്ല. പിന്നെ ചേച്ചിമാരാണെങ്കിൽ ഞാനുമായിട്ട് ഒത്തിരി വയസ്സിന് ഡിഫറൻസാണ്. അപ്പോൾ അവരുമായിട്ടും കൂട്ടില്ല. പിന്നെ ഫാദറിൻ്റെ അടുത്ത് കുറച്ച് പേടിയൊക്കെയാണ്, പോയി സംസാരിക്കുന്ന ഇപ്പോഴത്തെ മാതിരി ഒന്നും അല്ല, കുറച്ച് പേടിയായിരുന്നു. പിന്നെ അമ്മച്ചി നല്ല സ്നേഹം ഉണ്ടെങ്കിലും അമ്മച്ചി വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും തിരക്കാം. അങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ എനിക്കൊരാളില്ല. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് നിസ്സാരമാണല്ലോ, കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് ചെറിയ സങ്കടം വരുമ്പം ഞങ്ങളുടെ വീടിൻ്റെ നടുമുറി വെച്ചിരിക്കുന്ന മാതാവിൻ്റെ ഈശോയുടെ ഒക്കെ രൂപത്തിന് മുമ്പിൽ പോയി എന്നാണ് സാധാരണ സങ്കടം പറയുന്നത്. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോടൊരു ഇഷ്ടം, എനിക്ക് പറയുന്ന കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുമുണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിലും എനിക്ക് സാധിച്ച് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ചെറുപ്പം മുതലേ മാതാവിനോട് ഒരു ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അങ്ങനെ സാധിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്തും മാതാവിനോട് പറഞ്ഞാൽ കിട്ടുന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാകുന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് വീട്ടിൽ പോകണം, ഇളയ കൊച്ചിനെ മോനെ കൊണ്ടുപോകാം, ജെസ്സിമോളെ കൊണ്ടുപോകണ്ട, കാരണം 2 പേരെയും കൂടെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് 5-6 വയസ്സുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ.
പക്ഷേ ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അമ്മച്ചി ഇത് പറഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ വീടിന് ചുറ്റും നടന്ന് കരയാൻ തുടങ്ങി. പെരയ്ക്കകത്തും കാണുന്നവരെല്ലാം മുമ്പിൽ, എൻ്റെ ബ്രദേഴ്സിൻ്റെയും ചേച്ചിമാരുടെയും അമ്മച്ചിയുടെ എല്ലാം മുമ്പിൽ ഞാൻ കരഞ്ഞ് കാണിക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരുടെയും മനസ്സലിഞ്ഞില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിലും വന്ന് കരഞ്ഞു. എന്നിട്ടും മനസ്സൊന്നും ആരും മാറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ചേച്ചി, 2 ചേച്ചിമാരവിടെ, ഒരു ചേച്ചി കിണറ്റുകരയിൽ എന്തോ പണി ചെയ്യുന്നു. കിണറെന്ന് പറയുന്നത് റബ്ബറിന് ഉള്ളിൽ കുറച്ച് മാറിയാണ്, വീടുമായിട്ട് കുറച്ച് മാറിയിട്ടാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു. ചേച്ചി പറയട്ടെ അമ്മച്ചിയോട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറയട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ പോയിരുന്ന് കരഞ്ഞു. എന്നിട്ടും ആരും മനസ്സ് മാറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ കൂട്ടിക്കൊണ്ട് കുഞ്ഞു അവയെ എടുത്തിട്ട് അമ്മച്ചി പോവുക. എനിക്കത് കണ്ടപ്പോൾ ഇനി എന്നെ കൊണ്ടുപോയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അമ്മച്ചി കണ്ണിൽ നിന്നും മറയുന്നോടം വരെ ഞാൻ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സങ്കടം അങ്ങ് കൂടി. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോലും എൻ്റെ പ്രാർത്ഥന കേട്ടില്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ മാതാവിനോട് ഒരു കാര്യവും പ്രാർത്ഥിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് സാധിച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോടും പിണങ്ങി, വീട്ടുകാരോടും പിണങ്ങി. ആ കിണറ്റിൻ്റെ അടുത്ത് അവിടെ തന്നെ ഇരുന്നു. ചേച്ചി പോയിട്ട് ഞാൻ വീട്ടോട്ട് കയറിപ്പോയില്ല, എനിക്ക് പോകാൻ തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. എൻ്റെ പേര് വിളിച്ച് വീടിന് ചുറ്റും വിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ തിരിച്ച് വീട്ടോട് ചെല്ലാൻ വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കണ്ടത് എൻ്റെ അമ്മച്ചി വീണ്ടും വീട്ടിൽ നിന്നിട്ട് പറയുക, ജസ്മോളെയും കൂടി വേഗം ഒരുക്കണം, ബസ് പോകും, വേഗം പോകണം, വേഗം ഒരുക്കിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അത് മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടു. അന്ന് ആ ഒരു സ്നേഹം, എന്ത് സാധിച്ചു കിട്ടുന്ന മാതാവിനോടുള്ള ആ സ്നേഹം, അത് ഇപ്പോഴും തുടരുന്നു. റോസമ്മ ചേച്ചി, വർഷങ്ങളായിട്ട് ജപമാല പ്രാർത്ഥനയും ജപമാല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. വലിയ ആഴമായൊരു വിശ്വാസത്തിൽ നിന്ന് മാത്രമേ ഒരു ജപമാല ഭക്തി നമുക്ക് ശക്തമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റൂ. ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഒരു ഭക്തി, ആ ഒരു അഭിഷേകം ലഭിച്ചത്? എപ്രകാരമാണ് ഈ ജപമാല ഗ്രൂപ്പ് ആരംഭിച്ചത്? അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയൊരു വിശ്വാസമാണ്. അമ്മച്ചിയും ചേച്ചിയും മാതാവിനോട് ഒത്തിരി സ്നേഹമുള്ളവരായിരുന്നു. അന്ന് എന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, 2-ലോ 3-ലോ ഒക്കെ ആയിരിക്കുമ്പോഴായിരിക്കും അമ്മച്ചി അന്ന് കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും ഇവിടെ ധ്യാന കേന്ദ്രങ്ങളും ധ്യാനമൊന്നും കണ്ടിട്ടുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അമ്മച്ചി കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ വന്നപ്പം ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ എപ്പോഴും ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ചെല്ലുമ്പോഴൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ സെൻറ്റ് മേരീസ് പള്ളിയിൽ രാവിലത്തെ 6:45 കുർബാന കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരു ചെറിയ കൊന്തയും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ 2010 മെയ് മാസം 13-ാം തീയതി റോസാ മിസ്റ്റേക്ക മാതാവിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് 4 ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലിത്തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. അത് ഇന്നും അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു. ഈ 2-3 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. അന്ന് സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥമൊന്നും ആർക്കും അത്രമാത്രം ഇല്ല, ആരുടെയും വീട്ടിൽ ബൈബിളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ഈ ജപമാലയായിരുന്നു അവരുടെ വിശുദ്ധ ഗ്രന്ഥം. അതിലൂടെയാണ് ആ പ്രാർത്ഥന തുടർന്നതും. അത് കണ്ടിട്ടാണ് മകളെന്ന നിലയ്ക്ക് റോസമ്മ ചേച്ചി വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വന്നതും. പിന്നീട് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധമ്മ ഒരു വലിയ ശക്തിയായിരുന്നു, വലിയ ശക്തിയായിരുന്നു. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനേകം അനുഗ്രഹങ്ങളുണ്ട്. കാരണം പരിശുദ്ധ അമ്മയോട് ആര് ചേർന്ന് നിൽക്കുന്നു അവർക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിക്കാറുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്. ജസ്റ്റിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും പെട്ടെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടി എന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇവിടെ വന്നിപ്പം 11 വർഷമായി ഇവിടെ ബിസിനസ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, കുറച്ച് പേർക്കൂടെ ജോലി കൊടുക്കുക, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടെ ബൈബിളിൽപ്പെടുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അതിനനുസരിച്ച് ഞങ്ങൾ എല്ലായിടത്തും പോയി കടകളൊക്കെ നോക്കി, ഇങ്ങനെ എല്ലായിടത്തും കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന വലിപ്പത്തിലുള്ളതോ അങ്ങനെയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി മടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഗിസൈസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ടോട് കൂടി നല്ല വ്യൂ ഉള്ളൊരു ഷോപ്പ് കണ്ടു.
ആ ബിൽഡിങ് കണ്ടിഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഇതൊന്ന് പോയി ചോദിക്കാം എന്ന് വിചാരിച്ച് അവിടെയുള്ള ആരാന്ന് അന്വേഷിച്ചിട്ട് അതിനുള്ള ആൾക്കാരോടത്ത് ഓഫീസ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ടിലുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജുള്ള ആ ഷോപ്പുകൾ എല്ലാം പോയി. പിന്നെ അല്ല ഉള്ളത് ബാക്ക് സൈഡിലുള്ള ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഫ്രണ്ട് വ്യൂ ഉള്ള ഷോപ്പ് വേണം. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പം ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്ക് സൈഡിലേ ഉള്ളൂ. വേറെ ഒത്തിരി അന്വേഷിച്ച് മടുത്തതാണ്. അപ്പം മടുത്ത് കഴിഞ്ഞത് കൊണ്ട് ഏതായാലും ബാക്കെങ്കിൽ ബാക്ക് എന്ന് വിചാരിച്ച് അത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദുബായ് സെൻറ്റ് മേരീസിലെ മിനിസ്റ്റർ തോമസ് ജോർജ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ വീണ്ടും ഓഫീസിൽ പോയിട്ട് ആ ബാക്കിലുള്ള ആ ഷോപ്പുകൾ ഞങ്ങൾ ചെക്ക് കൊടുത്ത് റെൻറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തു. ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു. പക്ഷേ ഞങ്ങളത് ഇഷ്ടപ്പെട്ടിട്ടല്ല എടുത്തത്. ഞങ്ങൾ ഫ്രണ്ട് വ്യൂ ഉള്ള ഷോപ്സാണ് നോക്കിയത്. പക്ഷെ അത് കിട്ടില്ല എന്ന് വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഞങ്ങൾ പുറകിലത്തേതിലും ബുക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഈ ഫ്രണ്ടിലത്തെ ഷോപ്പ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം, അത് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും QCSയിൽ പോയി. ബുക്ക് ചെയ്തതിന് ശേഷവും ഞങ്ങൾ ഈ ബിൽഡിങ് കാണാൻ പോയപ്പം നമ്മൾ ആഗ്രഹിച്ച ഫ്രണ്ടിലത്തെ ഷോപ്പിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ ഒരു സ്റ്റാഫും കൂടി എത്രയും നീളം മാതാവേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ ചെല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, ഈ ഷോപ്പ് ആരോ റെൻറ്റിനെടുത്തതാണ്, എങ്കിലും മാതാവിന് ഒന്നും അസാധ്യമല്ലല്ലോ, മാതാവ് വിചാരിച്ചാൽ ഇത് എനിക്ക് തരാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇപ്പോഴും ഞാൻ എല്ലാ പള്ളിയിൽ പോകുന്ന സമയങ്ങളിലും ചെയ്യും. ആ സമയത്തും ഞാൻ ഈ പ്രാർത്ഥിച്ചു. വിശ്വസിക്കാൻ അവിശ്വസനീയമായി തോന്നുന്നൊരു കാര്യം, കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബിൽഡിംഗ് ഓണർ ഒരു റെൻറ്റിനെടുക്കുന്ന ആളെ നേരിട്ട് കാണാറില്ല. ബിൽഡിംഗ് ഓണർ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈജിപ്ഷ്യനായ മാനേജർ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒരു പേടി തോന്നി. എന്തായിരിക്കും വിളിച്ചതെന്നൊരു പേടിയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഹസ്ബൻഡ് അന്നേരം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ജസ്മോടെ ഒപ്പം ഒന്ന് ഓഫീസ് വരെ ഒന്ന് പോകാമോ എന്ന് ചോദിച്ചു. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ശരി ഞാനും വരാം, ഞാൻ ഓഫീസിലെത്തിയേക്കാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഈജിപ്ഷ്യനായ മാനേജർ ഒന്നും സംസാരിക്കുന്നില്ല, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചിട്ടൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടെൻഷനിൽ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് ഓണർ എനിക്കൊന്ന് സബീർ പാലസിൽ നിന്ന് വന്ന ആളാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം വന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി എന്നോട് ചോദിച്ചു, മാഡത്തിന് തന്ന ആ ഷോപ്പുകൾ എനിക്കത് തിരിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർത്തു, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ, ഫ്രണ്ട് വ്യൂ കിട്ടിയില്ല, ബാക്ക് കിട്ടിയപ്പോൾ അതും തിരിച്ച് ചോദിക്കുവാണല്ലോ എന്ന് വിചാരിച്ച് എനിക്കൊരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ സൈലൻ്റായിട്ടിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും പറഞ്ഞു, മാഡത്തിന് വേറെ ഏത് ഷോപ്പ് വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ എനിക്ക് ഇത് തിരിച്ചു തരണം. പെട്ടെന്ന് ഞാൻ അതിശയം വിചാരിച്ചു, എല്ലാ ഷോപ്പും പോയതല്ലേ, പിന്നെ എങ്ങനെ ഇദ്ദേഹം എനിക്ക് വേറെ ഏത് ഷോപ്പും തരാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ ഫ്രണ്ട് വ്യൂ ഉള്ള ഷോപ്പ് അത് സെയിം സ്ക്വയർ ഫീറ്റൊക്കെയാണ്, അത് നമുക്ക് ചോദിച്ചാലോ, ഇദ്ദേഹം ഇങ്ങനെയാണല്ലോ പറയുന്നത്, നമുക്കത് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ആ ഫ്രണ്ട് വ്യൂ ഉള്ള മെയിൻ റോഡ് ഫ്രണ്ട് വ്യൂ ഉള്ള ആ ഷോപ്പുകൾ ഞങ്ങൾക്ക് തരുമോ? ഉടനെ ബിൽഡിംഗ് കൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി. അപ്പം ഞങ്ങളത് കേട്ടപ്പോൾ ഭയങ്കര അതിശയമായെങ്കിലും അടുത്തൊരു സംശയം എൻ്റെ മനസ്സിൽ തോന്നി. ഫ്രണ്ട് വ്യൂ ആണ് അവർ തരാൻ പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ബാക്കാണ്. അപ്പോൾ റെൻറ്റ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമുക്കത് അഫോർഡബിൾ ആയില്ലെങ്കിലോ എന്നൊരു പേടി എൻ്റെ മനസ്സിൽ. അപ്പോഴും നമുക്ക് ഈ ഷോപ്പ് കിട്ടാതെ വരും. റെൻറ്റ് അവർ ചിലപ്പം കൂട്ടി പറയും. ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അതൊന്ന് ചോദിക്കുമോ, ഫ്രണ്ട് വ്യൂവിൻ്റെ റെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തോമസ് ജോർജ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ചോദിച്ചു, ഫ്രണ്ട് വ്യൂവിന് ഞങ്ങൾ റെഡിയാണ്, പക്ഷേ റെൻറ്റ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, റെൻറ്റ് നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് നിങ്ങളോട് എന്താണ് ഞാൻ നേരത്തെ എഗ്രി ചെയ്തിരുന്നത്, സ്ക്വയർ ഫീറ്റിനാണ് അവർ റെൻറ്റ് പറയുന്നത്. സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ മുമ്പ് ഞാൻ എന്താണ് എഗ്രി ചെയ്തിരുന്നത് അതേ റെൻറ്റിന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഫ്രണ്ട് വ്യൂ നിങ്ങൾ ഉദ്ദേശിച്ച ഷട്ടർ ഞാൻ തരും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് തിരിച്ച് ഞങ്ങൾ പള്ളി വന്ന് ഞങ്ങളോട്ട് വന്ന് നന്ദി പറഞ്ഞ് പോന്നു. ദൈവാനുഗ്രഹത്താൽ അത് കട തുടങ്ങി വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെനിക്ക് ഭയങ്കര സന്തോഷം, ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരനുഭവമാണ്. റസമ്മ ചേച്ചി, ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കും. പരിശുദ്ധമ്മ അനേകം അത്ഭുതങ്ങൾ നമുക്കും അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട്. ചേച്ചിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വ്യക്തിപരമായ അനുഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 2014 എൻ്റെ മോന് ബാംഗ്ലൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവന് പെട്ടെന്ന് അപ്പൻഡിസെക്ടമി ഉണ്ടെന്നും പറഞ്ഞ് സർജറി ചെയ്യാൻ പോയി. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ കൊണ്ട് കേരളത്തിലേക്ക് പോകാനായിട്ട് എൻ്റെ കസിൻ്റെ കൂടെ നിൽക്കുക. അപ്പം കസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ടാക്സി വന്ന് നിന്നു. കസിനും ഞാനും മോനും വണ്ടിയിൽ കയറിയിരുന്നു. പെട്ടെന്ന് ഒരു ടീച്ചർ ഒരു ബൈക്ക് ടാക്സിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഈ ബൈക്ക് മാറ്റാനായിട്ട് കസിൻ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു കാല് പുറത്ത്, ഒരു കാല് വണ്ടിയുടെ ഉള്ളിൽ. അങ്ങനെ ഞാനിങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് അങ്ങ് എടുത്തു. അപ്പോൾ എൻ്റെ കാലിൻ്റെ പാദത്തെ കൂടെ വണ്ടി മുന്നോട്ട് കയറി. അപ്പോൾ ഞാൻ ആന്നൊന്ന് വെച്ചു. പക്ഷേ ആ ഡ്രൈവർ അത് കേട്ടില്ല. പിന്നെ അയാൾ ബാക്കോട്ടെടുത്തപ്പോൾ പിന്നെയും കയറി. അങ്ങനെ 3 പ്രാവശ്യം ഫ്രണ്ടോട്ട് ബാക്കോട്ട് ഇങ്ങനെ എടുത്തു. എൻ്റെ കാല് ഒരെല്ല് പോലും ബാക്കി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് പൗഡറായിട്ട് തീരും, എനിക്ക് ഇനി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ മാതാവേ രക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് കസിനും എൻ്റെ മോനും കൂടെ വേഗം ഇറങ്ങി വന്ന് വണ്ടി വീല് മാറ്റിയിട്ട് എൻ്റെ കാലെടുത്ത് നോക്കിയപ്പോൾ കാലിൻ്റെ ഒരു തൊലി പോലും പോറി പോയിട്ട് പോലും ഇല്ല. അത് മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമായിട്ട്, മാതാവിൻ്റെ ശരിക്കും ഒരു സംരക്ഷണം തന്നെ അത് ആയിട്ട് അനുഭവപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ അനുഭവങ്ങളുണ്ട്. ഞങ്ങളവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങൾ സാധിച്ചതായിട്ട് ഒത്തിരി പേരവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ ആദ്യത്തെ വർഷം തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്ന 3 പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ ഒരാൾ ഒരു മുസ്ലിം സ്ത്രീയാണ്. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് 5-6 വർഷമായി പിള്ളേരില്ല. അപ്പം വീട്ടിലെല്ലാവരും ഒച്ച വെച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ സ്തോത്രഗീതം ഉണ്ടല്ലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46, അതെന്നും പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, 1 മാസം കൊണ്ട് നിനക്ക് കുഞ്ഞുണ്ടാവും, നീ ഇത് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങളിവിടെ റോസറിയിലെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ കൃത്യം 1 മാസമായപ്പോൾ അവൾ പ്രഗ്നൻ്റാണെന്നും പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. ആ കൊച്ചിനിപ്പം 4 വയസ്സുണ്ട് ഇപ്പം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഗോവൻ സ്ത്രീ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അവരും ഇങ്ങനെ 8 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരും ഈ മാതാവിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങളും റോസറിയിൽ മധ്യസ്ഥ പ്രാർത്ഥന അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്കും കുഞ്ഞുണ്ടായി. ഇപ്പോഴും ആ കുഞ്ഞ് ബേബീസ് റൂമിൽ അവരുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിന് ജിജി എന്ന് പറഞ്ഞൊരു കസിന്, അവർ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. യൂട്രസിൻ്റെ അകത്ത് മുഴയായിരുന്നു. അപ്പം ഇങ്ങനെ 6 പ്രാവശ്യം യൂട്രസിൻ്റെ അകത്തുനിന്ന് മുഴ നീക്കുന്നതനുസരിച്ച് അവിടെ പിന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും റിമൂവ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആ സീസൺ ആകുമ്പോഴത്തേനും അത് അങ്ങനത്തെ സ്റ്റേജിൽ തന്നെ 6 പ്രാവശ്യം യൂട്രസ് ഓപ്പറേഷൻ ചെയ്തു. ഇവള് ഒരു കുഞ്ഞിനെ വേണമെന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ നാട്ടിൽ വന്ന അവസാനം 8 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഒരു അനാഥ മന്ദിരത്തിൽ ചെന്നിട്ട് കൊച്ചിനെ ദത്തെടുക്കാനായിട്ട് ചെന്നു. അവിടെ ദത്തെടുക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒത്തിരി അധികമായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ അവളിങ്ങനെ കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുക. അങ്ങനെ ഇറങ്ങി വന്ന് എന്നെ ഒരു ദിവസം വിളിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സ്വസ്ത്രഗീതം നീ പ്രാർത്ഥിക്കുക, ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക എന്നും പറഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആവുന്നതോടും വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ പ്രഗ്നൻ്റായി 7 മാസമൊക്കെ ആയപ്പോഴത്തേനും കൊച്ചിന് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയതോടുകൂടി ആ യൂട്രസിൻ്റെ അകത്തൊരു മുഴയും ഈ കൊച്ചു വളരുന്ന ഒപ്പം തന്നെ വളർന്നു. അപ്പോൾ ശക്തമായ പ്രാർത്ഥന വേണമെന്നുള്ളത് അവൾ ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഡെയിലി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാതാവിനോട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മാസമായപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചിനും തള്ളയ്ക്കും അപകടമാണ്, അതുകൊണ്ട് സിസേറിയൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്ത് കൊച്ചിനെ എടുത്തു. കൊച്ചിനെ ഉണ്ടായ അന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ഓപ്പറേഷൻ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം, വാൽവിന് വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ പെട്ടെന്ന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് UK ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഡോക്ടറാണ്. ആ ഡോക്ടർ അവിടെ വരാത്ത ഡോക്ടർ സാധാരണയായിട്ട്. അപ്പോൾ ഈ 8 മാസമായുള്ള കൊച്ചാണെങ്കിൽ എല്ലും തോലും മാത്രമേ ഉള്ളൂ, കൊച്ചാന്നുള്ളൊരു രൂപം മാത്രമേ ഉള്ളൂ. ഇത് അയർലൻഡിൽ. അപ്പോൾ ആ എത്താതിരുന്ന ഡോക്ടർ ആ സമയത്ത് അവിടെ എത്തി ആ കൊച്ചിന് സർജറി ചെയ്തു. എന്നിട്ട് ആ കൊച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് ഇവർ രണ്ടും ഫാമിലി എല്ലാവരും കൂടെ ഇവിടെ വന്ന് നമ്മുടെ സെൻറ്റ് മേരീസ് പള്ളിയുടെ ഗ്രോട്ടോയുടെ മുന്നിൽ വന്ന് അവർക്ക് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. അങ്ങനെ ഗ്രോട്ടോയുടെ അവിടെ വന്ന് താങ്ക്സ് പറഞ്ഞു. കൊച്ചിനെ ഞാൻ ബേബീസ് റൂമിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കൊച്ച് വന്നു കഴിഞ്ഞപ്പം കൊച്ച് ഭയങ്കര കരച്ചിലാണ്. രാത്രിയിലല്ല, കൊച്ച് ഉറങ്ങിയ ഉടനെ പേടിച്ചിട്ട് എണീറ്റ് കരയുക, കണ്ണ് തുറപ്പിക്കാൻ കുറച്ച് പാടാന്നിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇത് കൊച്ചുണ്ടായപ്പോൾ തട്ടേ ഇങ്ങനെ കരയുന്നതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ കുരിശരപ്പിച്ച് ഇങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ ഫാത്തിമ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു വീട്ടിൽ. ഇങ്ങനെ കൊച്ചിനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് കൊച്ചി മാതാവിനെ നോക്കിയിട്ട് ഗോ വന്ന് 3 മാസം പ്രായമുള്ള കൊച്ചിനെ ഗോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ട് വെക്കുക. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ചാണ്. ആ മാതാവിനോട് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം ആ കൊച്ച് പിന്നെ കരഞ്ഞിട്ടില്ല. പിന്നെ അന്നേരം അവൾ പറയുക സ്വർഗത്തിൽ ഉറങ്ങുന്ന പോലെ ഇവിടെ ദുബായിൽ വന്നപ്പം കൊച്ച് ഉറങ്ങുന്നത്, ഇതേപോലെ ആയിരുന്നില്ല കൊച്ചൊന്നും. പരിശുദ്ധമ്മയുടെ വലിയ ശക്തിയും അഭിഷേകവും അനുഭവിച്ചറിഞ്ഞ നിമിഷം തീർച്ചയായിട്ടും. ജെസ്സി ചേച്ചി, റോസമ്മ ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം ജെസ്സി ചേച്ചിയുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളും അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഏതെങ്കിലും ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? നമ്മുടെ ഒരു 2014 സമയത്ത് എൻ്റെ ഈ വലത് ചെവിക്കൊരു കേൾവിക്കുറവ് പോലെ, ചെവി അടഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരാൻ തുടങ്ങി. പക്ഷെ ഞാനതങ്ങോട്ട് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാനിങ്ങനെ ചെവി അടഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അത് തുറക്കുന്ന പോലെ തോന്നും, വിടുമ്പോൾ അങ്ങനെ അടയും. പിന്നെ അത് എൻ്റെ തിരക്കുകൊണ്ടും പല കാര്യം കൊണ്ടും ഞാനതങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം കുറച്ച് കഴിയുമ്പം ഈ ചെവിയുടെ താഴെ ഇവിടെയായിട്ട് പല്ലിമുട്ടായുടെ വലുപ്പത്തിൽ ഒരു ചെറിയൊരു മുഴ കണ്ടു. അതും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ ഇരുന്നു. ചെവി അടപ്പാണ് എനിക്ക് പ്രശ്നം, മുഴ എനിക്ക് വിഷയമല്ല. ചെവി കേൾക്കാൻ പറ്റാത്ത, ഫോൺ വിളിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ വെച്ച് വിളിക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഈ വലത് കൈ എനിക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ എടുത്തൊന്ന് ഉപയോഗിക്കാൻ പറ്റാതെ, കാരണം ഈ ചെവി എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നു. അങ്ങനെ അത് ഞാൻ വലിയ മൈൻഡാക്കാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ചെവി മൈൻഡാക്കുന്നില്ല, എൻ്റെ മുഴ വളരുന്നുണ്ടായിരുന്നു, വേദനയില്ലാത്തൊരു മുഴ. അപ്പോൾ ഞാൻ എൻ്റെ നേഴ്സസ് ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണല്ലോ, റോസമ്മയെ കിട്ടിയാലും മറ്റ് ഫ്രണ്ട്സിനെ കിട്ടിയാലും ഞാൻ പറയും എൻ്റെ മുഴയൊന്ന് പിടിച്ച് നോക്കിക്കുക, അത് എത്ര വളർന്നെന്ന് നോക്കിക്കുകയെന്ന് പറയും. ഇവരിങ്ങനെ പിടിച്ച് നോക്കിച്ചോളും, ജെസ്സി കളിക്കല്ലേ, തമാശയല്ല, വേഗം ഡോക്ടറെ കാണിച്ചോളൂ. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് നാട്ടിൽ പോകാനുള്ള സാഹചര്യമില്ല. അപ്പം ഞാൻ ഇവർ പറയുന്നത് അവോയ്ഡ് ചെയ്തേനിങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ റോസറി ചെല്ലാൻ വേണ്ടി ഞങ്ങൾ ബേബീസ് റൂമിൽ ഒരുമിച്ച് കൂടും. അവിടെ ഒരുപാട് നേഴ്സുമാർ വരും. അപ്പോൾ ആ നേഴ്സുമാരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പെന്തക്കോസ്താ ദിനത്തോടനുബന്ധിച്ച് അലൈനിലൊരു വൺഡേ ധ്യാനമുണ്ട് നേഴ്സുമാർക്ക് വേണ്ടിയിട്ട്. ആ ധ്യാനത്തിൽ ബെന്നി പുന്നത്തറയും ഡോക്ടർ ജോണും സംബന്ധിക്കുന്നു. എനിക്കത് കേട്ടപ്പം ഭയങ്കര വിഷമം. ഞാനൊരു നേഴ്സ് ആയില്ലല്ലോ, ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. ബെന്നി പുന്നത്രയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അടുത്തൊന്നും കാണണ്ട, സ്റ്റേജിൽ നേരിട്ടൊന്ന് കാണാം, അത് ഞാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനൊരു നേഴ്സ് ആയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനത് റോസമ്മോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്തു ഭാഗ്യമാണ്,
നിങ്ങൾ അവരെയൊക്കെ കാണാമല്ലോ, അവരുടെ ക്ലാസ് കേൾക്കാം, നേരിട്ട് കേൾക്കാം, എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് കാണണമെന്ന്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് റോസമ്മ പറഞ്ഞു, ജെസ്സി വിഷമിക്കണ്ട, ജെസ്സിക്ക് അവരുടെ ക്ലാസ് കൂടിയാൽ പോരെ, അത് നമുക്ക് എങ്ങനെയും ശരിയാക്കാം. എന്തോ ദൈവകൃപയാൽ ആ പ്രാവശ്യം നേഴ്സുമാർക്ക് അവരുടെ ബന്ധുക്കളെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ കൊണ്ടുപോകാമെന്നൊരു നിയമം വന്നു. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് സംബന്ധിപ്പിക്കാമെന്നൊരു നിയമം ഉണ്ടായി. അതുകൊണ്ട് റോസമ്മയുടെ ഫ്രണ്ടായിട്ട് റോസമ്മ എൻ്റെ പേരും കൂടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച് 2 വ്യക്തികളെ കാണാൻ പോവുക, ബെന്നി പുന്നത്ത്, നേരിട്ടല്ല സ്റ്റേജിൽ. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഇവരുടെ ഒപ്പം സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്ന് പോയ ബസ്സിൽ കയറി. ആ ബസ്സിൽ ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാണ് പോയത്. അങ്ങനെ വളരെ പ്രാർത്ഥന അരുവിൽ അവിടെ പോയി ഇറങ്ങി. വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ മലാഹമാരെ പോലെ എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഒരു 90% നേഴ്സുമാരും വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ്. എനിക്കത് കണ്ടപ്പോൾ ഞാൻ മാത്രം കളർ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ദൈവമേ, ഞാൻ വൈറ്റൊന്നും അല്ലല്ലോ. ഇവരുടെ മുമ്പിൽ ഒരു ചമ്മൽ. അങ്ങനെ പിന്നെ ഇവരുടെ എല്ലാ സംഭാഷണം ഞാൻ കേട്ടു. കുമ്പസാരിച്ച കാര്യവും ഇതിനായിട്ട് ഒരുങ്ങിയ കാര്യവും ഇവർ പറയുന്നത്. പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഇവർ ഒരുങ്ങിയാണ് വന്നേക്കുന്നത്, കുമ്പസാരിച്ചു. ഞാൻ സത്യത്തിൽ പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടിയല്ല പോയത്. ഞാൻ ബെന്നി പുന്നത്രയും ഡോക്ടർ ജോണിനെയും കാണാൻ വേണ്ടി പോയി. ഞാൻ കുമ്പസാരിച്ചില്ല, ഞാൻ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അതിലും വിഷമമായി. ദൈവമേ, ഞാൻ കുമ്പസാരിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെയും ഗ്രൂപ്പിൽ നിന്ന് ഒരു എൻ്റെ ഒരു കൂട്ടുകാരി പറയുക, വന്നത് ഇച്ചിരി ലേറ്റായല്ലോ, കുർബാന കഴിഞ്ഞു പോയി. അപ്പോൾ ഇവർ രാവിലെ കുർബാന വെച്ചല്ലോ, നമ്മൾ ലേറ്റായി വന്നുകൊണ്ട് നമുക്ക് കുർബാന കിട്ടിയില്ലല്ലോ, ഭയങ്കര സങ്കടമായിപ്പോയി, ഒരു ഉച്ചയ്ക്ക് വെച്ചാൽ മതിയായിരുന്നു കുർബാന എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിരുന്നു. വന്നപ്പോഴുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആദ്യം പോയി നോക്കിയത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമല്ല, അവർ നേരെ പോയത് കുർബാന അവിടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുർബാന കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ടാണ് ഈ സങ്കടം പറയുന്നത്. കുർബാന കഴിഞ്ഞല്ലോ, നമുക്ക് കുർബാനയ്ക്ക് സംബന്ധിക്കാൻ പറ്റിയില്ലല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി. ഇവർക്കെല്ലാം കുർബാന മിസ്സായാലും എന്തൊരു സങ്കടം, എനിക്ക് മാത്രം അതിന് സങ്കടം തോന്നുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടി. ഇവരെ പോലെ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം, എനിക്കുള്ള പ്രശ്നം അതാണ്. ഞാൻ ഈശോയെ സ്നേഹിച്ചായിരുന്നെങ്കിൽ ഈശോ എഴുന്നള്ളി വരുന്ന കുർബാനയ്ക്ക് എനിക്ക് കിട്ടുമായിരുന്നു. എനിക്കതിന് സങ്കടമൊക്കെ തോന്നുമായിരുന്നു. എനിക്കൊരു സങ്കടവും വരുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ മിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കത് വലിയ ഫീലായിട്ട് തോന്നാത്തത് എനിക്ക് ഈശോയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ഉറപ്പായി. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഹോളിൽ പോയിരുന്നു. ക്ലാസ് ആരംഭിച്ചു. ഡോക്ടർ ജോണിൻ്റെ ക്ലാസ് ആയിരുന്നു ആദ്യം. അങ്ങനെ ഡോക്ടർ ജോൺ ക്ലാസ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ ജോണിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സങ്കടം, എൻ്റെ കണ്ണിൽ നിറയുക. മനുഷ്യർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ കുനിഞ്ഞിരിക്കും, കണ്ണ് പൊത്തിപ്പിടിക്കും, ടവല് കൊണ്ട് മുഖം മറയ്ക്കും. ആ പാടെ അസ്വസ്ഥതയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞപ്പോൾ ബെന്നി പുന്നത്ര പറഞ്ഞു, നമുക്ക് കുറച്ച് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറഞ്ഞു. സ്തുതിക്കാമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് ഉറക്കൊന്ന് കരയാമല്ലോ, ആരും കേൾക്കുകയില്ല. ഇവരെല്ലാം ഉറക്ക സ്തുതിക്കുമ്പം ഞാൻ ഇത്ര നേരം അടക്കി പിടിച്ച് പ്രസംഗമല്ലേ, കണ്ണീര് വരുമ്പോൾ സങ്കടപ്പെട്ട് ഇനി എനിക്ക് ഉറക്കൊന്ന് കരയാം എന്ന് വിചാരിച്ച് ഞാനും സന്തോഷിച്ചു. അവരൊപ്പം ഞാനും എണീറ്റു. ഇവരെല്ലാവരും ഉറക്ക തമ്പുരാനെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉറക്ക കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്ക കരയുമായിരുന്നു. കരഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരം തണുക്കുന്ന പോലെ തോന്നി. ശരീരത്തിന് ഭാരമില്ലാത്ത പോലെ എനിക്കൊരു ഫീൽ വന്നു. പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ പാപാവസ്ഥയാണ്. എനിക്ക് ഈശോയോട് സ്നേഹമില്ല, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തയാണ്. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ബെന്നി പുന്നത്ര സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജെസ്സിയെ കർത്താവ് തൊടുന്നു. ജെസ്സിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ ഈ വലത് ചെവി, അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വലത് ചെവിയുടെ കാര്യം, ഞാൻ ഓർത്തിട്ടേ ഇല്ല. വലത് ചെവി തുറന്നു. എനിക്ക് ഈ സൈഡിൽ നിന്നെല്ലാം കേൾക്കാം. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ചെവി തുറന്നല്ലോ. എനിക്ക് ആ ഫീൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തപ്പി നോക്കി, എൻ്റെ മുഴ എവിടെ, അതുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ജെസ്സി ഞാൻ തന്നെയാണ്. എനിക്ക് പൂർണ്ണ ബോധ്യമായി ഞാൻ തന്നെയായിരുന്നു എന്ന്. ഞാൻ ബെന്നി പുന്നത്രയും ഡോക്ടർ ജോണിനെയും കാണാൻ പോയി. എനിക്ക് വലിയൊരു സമ്മാനവും തന്ന് അവിടുന്ന് എന്നെ ഈശോ തിരുത്തി വിട്ടു. പ്രിയപ്പെട്ടവരെ, ഇതുവരെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച പുതിയ അനുഭവങ്ങളും പുതിയ സാക്ഷ്യങ്ങളുമായി
നാം വീണ്ടും ഒന്നു ചേരുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.